സ്നേഹയുടെ കഥ കേൾക്കാം. ഒരാഴ്ച സുഖമില്ലായിരുന്നു കേട്ടോ, അതാണ് കഥയിടാൻ താമസിച്ചത്. വീട്ടിൽ അമ്മ മിണ്ടുന്നില്ല, ഏട്ടൻ മിണ്ടുന്നില്ല. കാരണം സ്നേഹയ്ക്ക് മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൽദോസും പീതയും കൂടി നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് സ്നേഹേനെ വിളിച്ചു കൊണ്ടുപോയി പുല്ലാന്തിപ്പാറയിൽ പോയി. ഒരു വലിയ പരന്നു കിടക്കുന്ന പാറയുണ്ട് അവിടെ, കൂപ്പിൻ്റെ ഉള്ളിലാണ്. അവിടെ കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു, നിന്നെക്കുറിച്ച് നീയും ആ ചെക്കനും റൂമിൽ മോശമായ രീതിയിൽ അവരുടെ ചേട്ടൻ കണ്ടു എന്നൊക്കെ കഥകൾ പരക്കുന്നുണ്ട്. വീട്ടിൽ നിന്നോട് ഇനി കൂട്ടുകൂടണ്ട എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. സ്നേഹയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ആശ്വസിച്ചു. അവർ ആശ്വസിപ്പിച്ചു. നിന്നെ ഞങ്ങൾക്കറിയില്ലേ, ഞങ്ങളതൊന്നും വിശ്വസിച്ചിട്ടില്ല. നീ വെറുതെ കരയണ്ട. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നിട്ടാണ്, അതുകൊണ്ട് നീ എന്തെങ്കിലും ജോലി നോക്കണം എന്നവർ പറഞ്ഞു. പെണ്ണുങ്ങൾ പറയുന്നതല്ലേ, അയാളുടെ വൈഫിനോട് പറഞ്ഞു. അവരാണത് പാട്ടാക്കിയത്. അതുകൊണ്ട് നീ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്തെങ്കിലും ജോലി നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പോകാമല്ലോ, അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കരുതി, എന്നെ കൂട്ടുകാർ മനസ്സിലാക്കിയതുപോലെ എൻ്റെ അമ്മയും ഏട്ടനും മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്തവൾ വീണ്ടും കരഞ്ഞു. സ്നേഹ വീട്ടിൽ എത്തിയപ്പോൾ അമ്മ ഏട്ടൻ ഒന്നും മിണ്ടുന്നില്ല. എന്തോ തെറ്റ് ചെയ്ത പോലെ. ആരും സ്നേഹ കഴിച്ചോ എന്ന് പോലും തിരക്കിയില്ല. അങ്ങനെ സ്നേഹ ജീവിതം മടുത്തു. മരിക്കാമെന്ന് കരുതി വീണ്ടും. സ്നേഹയുടെ കഴുത്തിൻ്റെ സൈഡിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അതിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഗുളിക മെഡിക്കൽ സ്റ്റോറിൽ പോയി കുറേ കൂടുതൽ വാങ്ങി. എന്നിട്ട് അത് പൊടിച്ച് പാലിലിട്ട് ഇളക്കി കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അമ്മ അത് വന്ന് തട്ടിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ചാകണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചത്തോണം, എന്നെയും എൻ്റെ ചെറുക്കനെയും ജയിലിൽ കയറ്റാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി വഴക്കു പറഞ്ഞു. എന്താണ് സത്യമെന്ന് ആരും ചോദിച്ചില്ല സ്നേഹയോട്. പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ രാത്രിയിൽ കൂപ്പിലൂടെ നടന്ന് ആ പാറയിലെത്തി. അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കാരണവർ, ഒരു പണിക്കൻ ആണ്, സ്നേഹയുടെ കൂടെ ചിട്ടിയൊക്കെ കൂടുന്നതാണ്. എന്തിനാ മോളെ ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന, ഇവിടെ പെൺകുട്ടികൾ തനിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ സ്നേഹ ഏങ്ങലടിച്ചു കരഞ്ഞു. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഉജാല എടുത്ത് തിരിച്ചു പോന്നതാ, പക്ഷേ മോശമായി പറയുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ പറഞ്ഞോട്ടെ, പക്ഷേ ഏട്ടനും അമ്മയും വിശ്വസിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞു കരഞ്ഞു. സാരമില്ല, ഞാൻ പറയാം എന്ന് പറഞ്ഞ് സ്നേഹയെ കൂട്ടി വീട്ടിൽ വന്ന് അമ്മയെയും വലിയമ്മയെയും കുറേ വഴക്ക് പറഞ്ഞു. ഇവൾ ഇല്ലാതായാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു അമ്മയെ കുറേ വഴക്ക് പറഞ്ഞു. സ്നേഹ പിന്നെ പുറത്തിറങ്ങാതെ പുസ്തകം മാത്രമായി സ്നേഹയുടെ കൂട്ട്. ബാക്കി അടുത്തതിൽ.